ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമെന്ന് ഞാനും വിശ്വസിക്കുന്നു. എല്ലാം സുഖമാണെന്ന് നമ്മളും വിശ്വസിക്കുന്നു. എന്നാലും എൻ്റെ പാട്ടക്കൊച്ച്, ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? മൊത്തം യൂട്യൂബേഴ്സ് മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷന് മൊത്തം കുഴപ്പമാണല്ലോ. കിക്കണ്ണൻ്റെ ഗുണ അണ്ണൻ, മറ്റേ അണ്ണൻ രേണു കുണിയെ സഹായിക്കാൻ പോയി എയറിൽ പാട്ടക്കൊച്ച് ഡൂഡിൻ്റെ ഒപ്പം ദാ കിടക്കണം. വേറൊരു കാര്യമുണ്ട്, നല്ല വീട്ടിൽ കയറി സദ്യ ഉണ്ണണം. ഇങ്ങനെയുള്ളതിനെയൊക്കെ പിടിച്ച് ഞാൻ വേണ്ട, അത്രയ്ക്കൊന്നും പോണ്ട, നമുക്ക് കഥ കേൾക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. ഹെലനോസ് പാട്ട എന്ന അറിയപ്പെടുന്ന ധന്യക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. പ്രദീപ് നാരായണൻ വിവരങ്ങൾ വച്ചിരിക്കുകയാണ്. പ്രദീപ്, ഈ കേസിനാധാരമായ സംഭവം എന്താണ്? ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് വാഹനം കൈകാണിച്ചു. പക്ഷേ അമിത വേഗത്തിൽ നിർത്താതെ പോയ വാഹനത്തെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പിന്നീട് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. അപ്പോൾ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്ന് FIR-ൽ പറയുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചതായി വ്യക്തമായി. പിന്നീട് ഇവരുടെ ഭർത്താവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കേസ് FIR രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അതിന്റെ FIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത്. കാസർഗോഡ് ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് ഈ വാഹനത്തെ പോലീസ് പിന്നീട് പിടികൂടിയത്. അങ്ങനെ വണ്ടി പിടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സത്യമാകാനാണ് ചാൻസ്. എന്നാലും ഈ യൂട്യൂബേഴ്സ് അസോസിയേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വാർത്ത മാത്രം കേട്ടാൽ ശരിയാവത്തില്ല, 2 വാർത്ത കേൾക്കാം. ഇത് 24-താണ്, ഇത് ഏഷ്യാനെറ്റിന്റെ. പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടി. ഇത് ഏഷ്യാനെറ്റിലതാണ്, അത് കേൾക്കാം. യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? നല്ല ഇൻഫ്ലുവൻസിങ് അല്ലേ? അത് തന്നെയാണ് മദ്യപിച്ച വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസർ ആണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചു എന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തത് എന്നറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും എന്നറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്. വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളത് അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66-ൽ അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66-ൽ നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിമ്പിൾ. FIR ഒക്കെ ഇട്ടിട്ടങ്ങ് വിട്ടിട്ടുണ്ട്. അതാണ് ഞാനും ആലോചിച്ചത്. ഹെലന് കൊച്ചിന് നല്ല കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള കൊച്ചാ. അതിന് അങ്ങനെ പിടിച്ചു വെക്കാനുള്ള നിയമമൊന്നുമില്ല. നിയമത്തിനെയൊക്കെ അവർ വെല്ലുവിളിച്ചു എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. ഒരു നല്ലൊരു ഇതാണല്ലേ, നല്ല ഇൻഫ്ലുവൻസർക്ക് മുമ്പ് എന്തോ ഒരെണ്ണം പറഞ്ഞതുപോലെ ഒരു ഓർമ്മ നമുക്കൊന്ന് കേട്ടാലോ. പിന്നെ ഇവർ ആ ഹെഡ്ലൈൻ മാത്രമാണ് വായിക്കുന്നത്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ബാറിൽ ചെറുതായിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫൈൻ ഇപ്പം എന്നെ ഒരാളും ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്നതാവട്ടെ ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ പോട്ടെ, എൻ്റെ അച്ഛൻ ഇതുവരെ വെള്ളമടിക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഒരു കാസർഗോഡും ഒരു ചെമ്മനാടും കാണുന്ന സമയത്ത് അത് ഞാനാണോ എന്നല്ല, ഞാനാണ് എന്ന് ചിന്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല. കാണുന്ന എല്ലാവരോടുമാണ്, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. അത് എഫക്റ്റഡ് ആയിട്ടുള്ള വീട്ടുകാരെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഭയങ്കര ദണ്ഡിത്തരാണ്. ഇത് പണ്ട് നടന്നൊരു കോൺട്രവേഴ്സിയാണ്. അതായത് പുള്ളിക്കാരത്തി
ഏതോ ഒരു പെങ്കൊച്ച്, ഇവളുടെ പേരുള്ള ഒരു പെങ്കൊച്ചിനെ ഇതുപോലൊരു സാഹചര്യത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവളാണ് എന്ന് കരുതിയിട്ട് ഇവളുടെ അച്ഛനെ വിളിച്ച ആളുകൾ സംസാരിച്ചിരുന്നു. അന്ന് ആനല്ല ആ ധന്യ എന്ന് പറയണത്, ഈ ധന്യ വേറെ ധന്യാണ്, ആ ധന്യ അതാണ് എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു എക്സ്പ്ലനേഷനിൽ പുള്ളിക്കാരത്തി പറഞ്ഞതാണ് അവർ കള്ളുകുപ്പി കണ്ടിട്ടേയില്ല, അവരെ വീട്ടിൽ കള്ളുകുപ്പി കൊണ്ടുവരാറേയില്ല, ഒരു ബിയർ ബോട്ടിൽ പിടിച്ചു വെച്ചിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടേയില്ല, ഞങ്ങൾ കള്ളും കുടിച്ചിട്ടില്ല, കള്ള് എന്തെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, ബിയർ എന്തെന്ന് അറിഞ്ഞൂടാ എന്ന്. അല്ല, ഇതെല്ലാം പോട്ടെ, സർക്കാരിന് എന്ത് ന്യായം? നിങ്ങൾക്ക് വിൽക്കാമോ? നിങ്ങൾക്ക് വിൽക്കാമെങ്കിൽ അവർക്ക് വാങ്ങിച്ച് കുടിച്ചൂടെ? സെറിയോളം മദ്യപിച്ചതിനാണോ ഇങ്ങനെയൊക്കെ ഓരോ വർത്തമാനങ്ങൾ പറയണത്? ഇനിയിപ്പം നാളെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എവരിവൺ സുഖമല്ലേ? എൻ്റെ പൊന്നുമോളെ, നമ്മൾ ഒരു സെക്ഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, നമ്മളൊരു വിഷയത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അകന്ന് നിൽക്കണം. എങ്ങനെ? നമ്മളിപ്പോൾ ഒരു കൊലപാതകത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് ചെയ്തവരായിരിക്കരുത്. അത്തരത്തിലൊന്ന് പാതകങ്ങൾ ചെയ്ത ശേഷം വന്നിരുന്നുകൊണ്ട് നമ്മൾ അത് ചെയ്തത് ശരിയല്ല, അത് ചെയ്തതാണെന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അതുപോലൊരു സെഷനാണ് ഈ പറയുന്ന മദ്യപാനം എന്നുള്ളത്. ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ കിക്കണ്ണന്മാർക്കെല്ലാം പ്രശ്നം വരുമ്പോൾ കിക്കേച്ചിക്ക് വല്ലതും വരണ്ടേ? അങ്ങനെ കിക്കേച്ചിക്കും ഒരു പൊൻതൂവൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതൊന്നുമല്ല. ഇപ്പം നമ്മുടെ കൂജാസി വരും, എൻ്റെ പള്ളി കർമ്മയാണ് നിന്നെ അങ്ങനെ പിടിച്ചത്, നിനക്ക് അങ്ങനെ തന്നെ വരണം, നിന്നെ അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം വരും. ജാസിക്കെതിരെ വല്ലതും മിണ്ടാൻ പറ്റുമോ, തൊള്ള തുറക്കാൻ പറ്റുമോ? ബ്യൂട്ടിഫുൾ പീപ്പിളും എല്ലാം വന്ന് മിണ്ടിയ അണ്ണാക്കി പിരിവെട്ടിയാണെങ്കിൽ ഇരിക്കേണ്ടി വരുമേ. നല്ല ശനി ദശയാണെന്ന് തോന്നുന്നു. അവനവന് ചേരുന്ന തൊഴിൽ ചെയ്യുക. നല്ല പരിപാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്, സിനിമ അഭിനയം, സീരിയൽ അഭിനയം, ഇതിൽ കൂടിയൊക്കെ മുന്നേറി പോവുക. ദ റിയാക്ഷൻ വീഡിയോ നോട്ട് ബിലോങ്സ് ടു യു, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. ഒരുപാട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ച് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചതൊക്കെ എടുത്തു വെച്ചൊന്ന് പറയാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഒരുപാടങ്ങ് വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട് തന്നെ, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിന് നമ്മൾ ചെയ്യാൻ പോകരുത്. അഥവാ ചെയ്താൽ നമ്മൾ ആ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം. അടിച്ച് പീമ്പിരിയായി വീലായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ ഹസ്ബൻഡ് കയ്യിലേക്ക് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ വീരസ്യം കാണിക്കരുത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എൻ്റെ കൂടെ ചേർത്ത് വെച്ചൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പ് എനിക്കൊരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ എത്രയോ വർഷങ്ങളോളം ഇതിൻ്റെ പേര് മാനസികമായി പീഡനം അനുഭവിച്ചോളാം. കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് തന്നെ. കാരണം ഒരു സാക്ഷിക്ക് പോലും ഞാൻ തല്ലിയതായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വണ്ടി അതിനകത്ത് മുട്ടിയതായിട്ടോ പറയാൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടിച്ചിട്ടിട്ട് പോയവൻ വണ്ടി നിർത്താതെ പോയത് കൊണ്ട് എൻ്റെ വണ്ടി അവർക്ക് കിട്ടി. ആ ഹെൽമെറ്റ് വന്ന് എൻ്റെ വണ്ടിയിൽ മുട്ടിയത് കൊണ്ട് എനിക്ക് സറണ്ടർ ആകേണ്ടി വന്നു. ഞാൻ അവിടെ നിർത്താതെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി എന്നൊരു കുറ്റമേ ഞാൻ ചെയ്തുള്ളൂ. അതിന് ഞാൻ എത്രയോ കാലം കേൾക്കേണ്ടി വന്നു, എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കോടതി വിധി എന്നെ നിരുപാധികം വിട്ടയച്ചു എന്നാണ്. ഒരു സാധാരണ ഇങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കാൻ പറയും. എനിക്കതുപോലും ഉണ്ടായിരുന്നില്ല. നിരപരാധിയാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിൽ വിട്ടയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം ഉണ്ടല്ലോ, എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഒരു ആക്സിഡൻ്റാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്ത്, എനിക്ക് ദുബായ് ലൈസൻസ് ഉള്ള ആളാണ്, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. മദ്യപിക്കുന്നത് തെറ്റൊന്നുമല്ല, ചിലർക്കതൊരു ഹോബി ആയിരിക്കാം, ചിലർക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷേ നമ്മൾ വാഹനം ഓടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാത്രമല്ല അതിനകത്ത് പ്രശ്നമാകുന്നത്. വണ്ടി കൊണ്ടുവച്ച് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല അത് ബാധിക്കുന്നത് അപ്പുറത്ത് വരുന്ന പാവപ്പെട്ട, ഇതിനകത്തൊന്നും ബാധിക്കാത്ത ആൾക്കാരും കൂടെ ആയിരിക്കും. അവരുടെ ജീവനും കൂടെ വെച്ചിട്ടുള്ള കളിയാണ്. പോലീസ് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസ് നല്ല പോലെ പൈസ വാങ്ങിയിട്ടുണ്ടാവും. ഇത്തരം കേസുകളിൽ ഇൻഫ്ലുവൻസേഴ്സിനെ പിടിച്ചാൽ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പണിഷ്മെൻറ്റായി ഇവിടുത്തെ നിയമവ്യവസ്ഥിതികൾ ഇടിച്ചു താഴ്ത്തപ്പെടും എന്നുള്ളതാണ്. നീ തന്നെ സ്വയം വന്ന് ആ കുറ്റം ഏറ്റു പറഞ്ഞ് പൊതുസമൂഹത്തിനോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയണമെന്നാണ് ആസ് എ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നീ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. യു മെയ്ഡ് എ മിസ്റ്റേക്ക്, യെസ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് വന്ന് പറയുകയായിരിക്കും ബ്യൂട്ടിഫുൾ പീപ്പിളെ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ സത്യം. ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു കാര്യം ആഡ് ചെയ്തെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ മിസ്റ്റേക്കിന് എത്രയോ വർഷക്കാലം വേദന അനുഭവിക്കേണ്ടി വന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ പിഴവ് കൊണ്ടല്ലാതെ മറ്റൊരാളുടെ പിഴവ് കൊണ്ടാണെങ്കിലും നമുക്ക് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രശ്നം വരും. അപ്പോൾ വാഹനം ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ കാര്യമാണ് ഈ
ഡ്രഗുകൾ കഴിച്ചുകൊണ്ടുള്ള വാഹനമോടിപ്പ്. അത് നിങ്ങളുടെ ജീവന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കും. ഇത് നോക്കി ചേസ് ചെയ്താൽ പിടിച്ചിരിക്കുന്നത് പോലീസ്. അപ്പം എൻ്റെ കൊച്ചിന് എന്തൊരു ധൈര്യമെന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും എൻ്റെ ബ്യൂട്ടിഫുൾ പീപ്പിളെ, നാട്ടുകാരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്ന നിനക്ക് സ്വയം മര്യാദ ഇല്ലണ്ടായി പോയി എന്നതിൽ നിന്ന് തെളിഞ്ഞില്ലേ? എന്തോ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയൂ. എന്തായാലും കിക്കണ്ണൻ ആധികാരിക കൊണയടിക്കാൻ വരുമോ എന്ന് എനിക്കറിയത്തില്ല. കിക്കണ്ണൻ ഈ ഒരു വിഷയത്തിനെ പറ്റി ഒന്നും മിണ്ടൂല, ഖാദർ കാക്കപ്പൊടിയെ പറ്റി ഒന്നും മിണ്ടൂല. അതേസമയം റിണ കുണിയുടെ കാര്യത്തെപ്പറ്റിയും രേണുഖുദിയുടെ കാര്യം പറ്റിയും കിച്ചുവിൻ്റെ കാര്യം പറ്റിയും മോണിറ്റൈസേഷൻ കട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതായിരിക്കും ഗൈസ്. അതായത് അത് തന്നെ. ടടാ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഉണ്ടംപൊരി ഓടി വെച്ചേ.